വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും വൃത്തി വചനം വചനം ദൈവത്തിൻ വചനം 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 ദൈവത്തിൻ വചനം. നീ വിശദമായിട്ട് പറയ്. അതങ്ങനെയാടാ, ചില ആളുകൾക്ക് ചക്കരക്കുടത്തിൽ കഴിട്ട ഒന്ന് നക്കാൻ തോന്നും. ദേവന് നമ്മുടെ പൗരസമിതി സാബു ഇനി മാനുവലായിട്ട് എഴുന്നേറ്റ് നടക്കുന്നവരെ യുവമാർക്കൊക്കെ പണിയായി. പിന്നെ കുറച്ച് പൊങ്ങച്ചം പറച്ചിലും അല്പസ്വല്പം തരികട പരിപാടി ഉണ്ടെങ്കിലും ഇവൻ ഒരു കാര്യമാറ്റാൽ അവസാനം വരെ നിൽക്കും. അവസാനം വരെ നിന്നാലല്ലേ എന്തെങ്കിലുമൊക്കെ തടയുള്ളൂ. ഇതെന്താണിത്? എന്താണ് രണ്ടുപേരും ഇവിടെ നിന്ന് കളഞ്ഞത്? എന്നെ കണ്ടിട്ടാണ്? അങ്ങനെയൊന്നല്ല. അല്ല, ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ നിങ്ങളോട് ഇവിടെ നിന്ന് സംസാരിക്കാനായിട്ട് എനിക്കൊട്ടും നേരമില്ലെന്ന് പറയായിരുന്നു. പിന്നെ ഈ ഓട്ടം നിൽക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ല, ആ മാനുവലേട്ടന്റെ കാര്യത്തിൽ ഒരു തീരുമാനമോ? അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. മാനുവലേട്ടൻ സുഖം പ്രാപിച്ച് എഴുന്നേറ്റു വന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു മിനിറ്റ്. ഹലോ. അതെ, ചേട്ടത്തി സാബുവാണ്. എന്റെ ചേടത്തി റേഷൻ കാർഡ് ഞാനാണോ പ്രിന്റ് ചെയ്തുണ്ടാക്കണത്? അത് അക്ഷയ വഴി അപേക്ഷ കൊടുത്തിട്ടല്ലേ ഉള്ളു. 2-3 ദിവസമല്ലേ ആയിട്ടുള്ളു. അത് റെഡി ആയി കഴിഞ്ഞാൽ ചേടത്തിയുടെ കയ്യിൽ അത് കിട്ടും. അതിന് എപ്പോഴും എന്നെ ഇങ്ങനെ വിളിക്കണ്ട. ആന്ന് ചേടത്തിയുടെ റേഷൻ കാർഡിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. അതൊക്കെ ചേടത്തിയും കൂടി ഉള്ളപ്പോഴല്ലേ നമ്മൾ അക്ഷയയിൽ അപ്ലൈ ചെയ്തത്. ശരി. എന്റെ അമ്മോ, ആ മരിച്ചുപോയ ഡ്രൈവർ മാത്തപ്പൻ ചേട്ടന്റെ ഭാര്യയാണ്. നേരത്തെ ഉണ്ടായിരുന്ന റേഷൻ കാർഡ് പ്രളയത്തിൽപ്പെട്ടു പോയെന്ന്. ഇതേത് കുരിശാണ്? ഉണ്ണിയാണ്. ഹലോ ഉണ്ണി, പറയടാ. കിട്ടി. ഞാനിപ്പോ അവിടെ നിന്നാണ് വരണത്. എന്ത് നല്ല മനുഷ്യനടാ ലാസറേട്ടൻ. വീട്ടിലേക്ക് വന്നു പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. രൂപ 5000 എണ്ണി തന്നത്. അപ്പൊ തന്നെ റെസിപ്റ്റും കൊടുത്തു. അതെ, ഞാൻ നേരെ ഓഫീസിലേക്കാ വരണത്. നമ്മുടെ ഗൾഫ് ലാസറേട്ടന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. ഈ മാനുവലേട്ടന്റെ കാര്യം ഞങ്ങൾ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോ ഇന്ന് വീട്ടിലേക്ക് എല്ലാം പറഞ്ഞു. പക്ഷെ ഇത്രയും ഞാൻ വിചാരിച്ചില്ല. 1000-2000 ഇതാ 5000 രൂപയാണ് തന്നത്. അത് പിന്നെ സാബു, അയാളുടെ മക്കൾ രണ്ടുപേരും ഗൾഫിലല്ലേ? അതെ. മക്കളെ അയച്ചു കൊടുക്കുന്ന പണത്തിൽ നിന്ന് എടുത്തു പോരെ. എന്നാലും അതിനൊരു മനസ്സ് വേണ്ട ബെന്നി, അല്ലടാ സേവരെ? അല്ല, ശരിയാ. അല്ല, രണ്ടാളും എന്തെങ്കിലും സഹായമൊക്കെ ചെയ്ത ചികിത്സാ നിധിയിലേക്ക്. അതെ, എന്റെ ഒരു 200 എഴുതിക്കോ. 200? ഇതൊരു റൗണ്ട് ആക്കി കൂടെ? റൗണ്ടോ? 500. 500? എന്റെ സാബു, എന്റെ കയ്യിൽ ഇത് തന്നെ ഉണ്ടായിട്ടല്ല. പിന്നെ ആ മാനുവലിന്റെ അവസ്ഥ ഓർത്തിട്ടാ ഞാൻ ഇത് തന്നെ തരണത്. തൽക്കാലേ അത് വാങ്ങിയിട്ട് റെസീറ്റ് കൊടുക്കും. എന്ത് റെസീറ്റ് കൊടുക്കാൻ? ആയിക്കോട്ടെ. അയ്യോ, കഴിഞ്ഞു. റെസിപ്റ്റ് തീർന്നേ. ഇതിപ്പോ ലാസ്റ്റ് റെസിപ്റ്റ് ലാസറേറ്റർ കൊടുത്തിട്ട് വരികയാണ്. കുഴപ്പമില്ല, ഇത് ഞാൻ വീട്ടിലെത്തിച്ചോളാം. റെസിപ്റ്റ് ഞാൻ എത്തിച്ചോളാം. ബെന്നിയുടെ എത്ര എഴുതണം? എനിക്കിപ്പോ എഴുതണ്ട, അടുത്ത ദിവസം ഞാൻ തന്നോളാം. മതി, അത് മതി. അല്ല, ആരേത്? ലോറൻസ് എന്നോ? അല്ല, ലോറൻസ് ചേട്ടാ, ആ മാനുവലേട്ടന്റെ കാര്യം അറിഞ്ഞല്ല അല്ലേ? ഞാൻ അറിഞ്ഞായിരുന്നു. അതിന് ഞങ്ങളൊരു ചികിത്സാ നിധിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടേ. ഇവരൊക്കെ തന്നു കഴിഞ്ഞ്. അല്ല, ചേട്ടൻ്റെതായിട്ട് വല്ലതും എഴുതണോ? എന്റെ വക 500. അല്ല സാബു, റെസീറ്റ് ഒന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത്? കൊടുക്കാമല്ലോ, അതിപ്പോ എല്ലാവർക്കും കൊടുക്കാമല്ലോ. അതിപ്പോ കാശ് തരുന്ന എല്ലാവർക്കും ഉറപ്പായിട്ട് കൊടുക്കും. പിന്നെ എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഈ 11 മണിക്ക് ഉണ്ണിയുടെ ഓഫീസിലൊരു മീറ്റിംഗ് ഉണ്ടേ. പിന്നെ ചേട്ടന്റെ ചേട്ടൻ എന്ത് നല്ല മനുഷ്യനാണ് ചേട്ടാ. അദ്ദേഹം സംഭാവന ചെയ്ത് എത്രയാണെന്ന് അറിയാമോ? 5000 രൂപയാണ്. 5000 രൂപ. അപ്പൊ പിന്നെ എല്ലാവരോടും കൂടി ഞാനെന്നാ ചെല്ലട്ടെ. പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ സംഭാവനകൾ ചെയ്തിട്ട് മാറി നിൽക്കരുത്.
ഈ മാക്സിമം ആളുകളെ അറിയിച്ചിട്ട് സഹായങ്ങൾ എത്തിക്കാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ എന്നാ ചെല്ലട്ടെ. അല്ല ലോറൻസ് ചേട്ടൻ എങ്ങോട്ടാ? ഞാനൊന്ന് ചേട്ടന്റെ ഇവിടെ വരെ പോവാറിങ്ങിയതാ. കഴിഞ്ഞ ദിവസം ബ്രോക്കർ കുഞ്ഞപ്പനെ 2-3 പേരായിട്ട് ചേട്ടന്റെ വീട്ടിലേക്ക് വരുന്നുണ്ടായില്ല. എന്തായി? മോക്കോല കല്യാണം വല്ലതായിട്ടുണ്ടാ? ആ അതങ്ങ് ഓർപ്പിച്ചു. അപ്പോ കല്യാണം പറയാൻ വേണ്ടി ഇറങ്ങിയതാണല്ലേ? ഏയ് വിളിയൊന്നും തുടങ്ങിയില്ല. ഓ, കാര്യങ്ങളൊക്കെ ചേട്ടനായിട്ടൊന്ന് ആലോചിക്കണം. ആ എങ്കിൽ പിന്നെ ഞാൻ അങ്ങ് ആ, ചെല്ലട്ടെ. ശരി. ആ, ശരി. ഉം. ഇത് കല്യാണത്തിനുള്ള സഹായം ചോദിക്കാൻ പോണ പോക്കാ. ഏയ് ഞാൻ കേട്ടിടത്തോളം അയാള് 10 പൈസ തന്ന സഹായിക്കില്ലെന്നാണ്. മാനുവലിന്റെ ചികിത്സക്ക് 5000 രൂപ സംഭാവന കൊടുത്ത ആളല്ലേ? ഈ സ്വന്തം അനിയന്റെ മകളുടെ കല്യാണത്തിന് ആള് സഹായിക്കാതിരിക്കോ? അതെ, നാട്ടുകാരുടെ മുമ്പിൽ ആളാകാൻ വേണ്ടിയിട്ടാണ്. ഇതുകൊണ്ടേ അങ്ങേർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? അങ്ങനെ സാമ്പത്തിക സഹായത്തിനായിട്ടാണ് ഈ ലോറൻസ് ചേട്ടൻ പോണെങ്കിലേ ഞാൻ പറയാ ഈ പോക്ക് വെറുതെയാണ്. അങ്ങനെയൊന്നും പറയില്ലടാ. കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ, നീ വാ. എന്ത് കിട്ടാൻ? എടാ അവന്മാര് ഗൾഫിൽ പോട്ടെ എത്ര നാളായി? കൂടി വന്ന ഒരു 6 മാസം. ഈ 6 മാസമായപ്പോ തന്നെ അങ്ങേരെന്ത് ജാടയാണ്. ഇക്കണക്കിന് അവര് പോയി ഒരു 5-6 വർഷമൊക്കെ കഴിയുമ്പോഴേ കുറച്ച് കാശൊക്കെ ആയി കഴിഞ്ഞാല് എന്തായിരിക്കും അവസ്ഥ? മാനം തുളച്ച് ഊഞ്ഞാല് കിട്ടും അങ്ങേര്. നീ വാങ്ങട്. എടാ, ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കാൻ പഠിക്കണം. നിന്നെ കാത്തിരുന്ന് മടുത്തപ്പോ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയതാ. അല്ല ചേട്ടാ, ഞാൻ പറഞ്ഞതിലും ഒരു 15 മിനിറ്റല്ലേ വൈകിയുള്ളൂ. 15 മിനിറ്റ് വൈകി, അത് വൈകലല്ലേ? ആ നീ വരാൻ വൈകിയപ്പോ ഞാനേ ഷേർലി മോളുടെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയതാ. മേരി അവിടെയാ. ഞാൻ അവിടെ ചെന്നിട്ട് ഇനി നാളെ വരുള്ളൂ. ആ നീ ഒരു പണിയേ, പോയിട്ട് നാളെ വാ. അല്ല ചേട്ടാ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഒരു 5 മിനിറ്റ് അകത്തേക്ക് വന്ന ഇത് വലിയ ശല്യമായല്ലോ. വീട്ടിലേക്ക് കയറിയാലേ പറയാൻ പറ്റുള്ളൂ. എന്താ കാര്യം എന്ന് വെച്ചാ നീ പറയേ. അല്ല, റീത്ത മോളുടെ കല്യാണം തീരുമാനിച്ചു. അപ്പോ നമുക്കൊരു ദിവസം അങ്ങോട്ട് പോണം. ചേട്ടനും ചേച്ചിയും ഞാനും ജെസ്സിയും നമ്മൾ 4 പേരും കൂടി പോവാനാ തീരുമാനം. ഓ, ഇതാണോ കാര്യം? അത് നീയും ഭാര്യയും പോയി തീരുമാനിച്ചാ മതി. അല്ല അത് ലോറൻസേ, നിന്റെ അടവ് കയ്യിൽ വെച്ചാ മതി. നീ എന്റെ കയ്യിലെ കാശുണ്ടെന്ന് കരുതിയാ നിന്റെ മോളുടെ കല്യാണം നിശ്ചയിച്ചെങ്കേ അത് വേണ്ട. എന്റെ കയ്യിൽ 10 പൈസ ഉണ്ടാവില്ല നിനക്ക് തരാൻ. ആ കല്യാണം കൂടാൻ വരുമ്പോ ഒരു 2000-3000 ഞാനങ്ങ് തരും. അത്രേ നീ പ്രതീക്ഷിച്ചാ മതി. ചേട്ടാ, ഞാൻ ചേട്ടന്റെ കയ്യിലിരിക്കുന്ന കാശ് വാങ്ങാനല്ല വന്നത്. എന്തു പറഞ്ഞാൽ അതൊക്കെ കാശിന് വേണ്ടിയിട്ടാണെന്ന് ധരിക്കരുത്. പിന്നെ കാശില്ലാതെ നീ എങ്ങനെ കല്യാണം നടത്തും? ചേട്ടൻ കാശൊന്നും തരണ്ട. കാര്യങ്ങൾ തീരുമാനിക്കാൻ ചേട്ടൻ എന്ന നിലയ്ക്ക് അവിടെ ഒന്ന് വന്നാ മതി. അതൊരു തണ്ടു വർത്താനം അല്ലടാ നീ പറഞ്ഞത്. അതിനർത്ഥം എന്റെയും എന്റെ മക്കളുടെയും പണം നിനക്ക് ആവശ്യമില്ലെന്ന് അല്ലേ? ഞാൻ അതൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ഇനി ചേട്ടൻ അങ്ങനെ ഉദ്ദേശിച്ച എനിക്കൊന്നും പറയാനുമില്ല. ഇതിനാണ് അസൂയ എന്ന് പറയുന്നത്. എന്റെ മക്കള് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് 10 കാശുണ്ടാക്കുന്നു. അത് കണ്ടിട്ട് നിനക്ക് സഹിക്കുന്നില്ല. അതിനാണ് അസൂയ എന്ന് പറയുന്നത്. അവന്റെ ഒരു കല്യാണം നടത്തല്. കല്ലിനു ഭാരമുണ്ട്, മണലിനും ഭാരമുണ്ട്. എന്നാൽ ബോഷന്റെ പ്രകോപനം ഇവ രണ്ടിനെയും കാൾ ഭാരമുള്ളതത്രേ. സുഭാഷിതങ്ങൾ 27-ാം അധ്യായം 3-ാം വാക്യം. എന്താ ചേട്ടാ ആകെ വിഷമിച്ച് നിൽക്കുന്നത്? ചേട്ടനെ കണ്ടോ? എന്നിട്ട് എന്താ ചേട്ടൻ പറഞ്ഞത്? ചേച്ചി എന്തു പറഞ്ഞു? അങ്ങേരാകെ മാറി. ഞാൻ ചെല്ലുമ്പോ ചേട്ടൻ പുറത്തേക്ക് ഇറങ്ങണം. ഞാൻ പറഞ്ഞതിലും 15 മിനിറ്റ് വൈകിന്ന്. അയ്യോ, കുറച്ച് നേരത്തെ അങ്ങ് ചെല്ലാമായിരുന്നില്ലേ? ഓ, ഇതിപ്പോ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എന്നോട് ദേഷ്യപ്പെട്ട് ഉടക്കാൻ നിൽക്കാന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ. ഛേ, ആകെ കൺഫ്യൂഷൻ ആയിപ്പോയി. വീട്ടിൽ കയറ്റാതെ റോട്ടിൽ നിർത്തി എന്നോട് സംസാരിച്ചത്. ഞാൻ എന്റെ മോളുടെ കല്യാണം ഉറപ്പിച്ചതേ അയാളുടെ പണം കണ്ടിട്ടാണെന്ന്.
അയാളുടെ മക്കൾ ഗൾഫിൽ പോയി പണം ഉണ്ടാക്കുന്നതില് എനിക്ക് അസൂയാണെന്ന്. എന്നൊക്കെ എന്നോട് പറയുന്ന ആളോട് ഞാൻ എന്തു പറയാനാ? ഈശ്വര, ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ നിങ്ങളിങ്ങ് പോന്നോ? അങ്ങേരുടെ മുഖത്ത് നോക്കി 2 എണ്ണം പറഞ്ഞിട്ട് പോരായിരുന്നില്ലേ? ഇതിപ്പോ ഒന്നും മിണ്ടാതെ ഇങ്ങ് പോന്നു. അയാള് പറഞ്ഞതെല്ലാം ശരിയാണെന്നല്ലേ? അതെങ്ങനെയാ? ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിയും ബോധമൊന്നും പ്രവർത്തിക്കില്ലല്ലോ. എടി, റോട്ടിൽ നിന്ന ഈ കണ്ട വർത്താനം കൂടെ അയാൾ എന്നോട് പറഞ്ഞത്. ഞാനും അയാളെപ്പോലെ ഒച്ചയെടുത്താലുള്ള അവസ്ഥ എന്തായിരിക്കും? വളരെ മോശമായിരിക്കില്ലേ? ആ ഒരൊറ്റ കാരണം കൊണ്ടാ ഞാൻ മിണ്ടാതെ നിന്ന് എല്ലാം കേട്ടത്. അറിയോ നിനക്ക്? ദേ, ഇനിയിപ്പോ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. പറഞ്ഞ് നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരെ അറിയിക്കണ്ട. എന്ത്? മോളുടെ കല്യാണം നടത്താൻ ചേട്ടന്റെ അടുത്ത് കാശിന് പോയ കഥ. എടി, നീ ഇതെന്തൊക്കെയാ ഈ പറയണത്? ഞാൻ എന്റെ മോളുടെ കല്യാണം നടത്താൻ ചേട്ടനോട് കാശ് ചോദിച്ചു എന്നോ? എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു മനുഷ്യൻ! എന്റെ ചേട്ടൻ കാശ് ചോദിച്ചിട്ടില്ലായിരിക്കും. ഇല്ലായിരിക്കുന്നല്ല, ഇല്ല. അതെ, പക്ഷേ അങ്ങേര് പറയുമ്പോ നാട്ടുകാരെന്ത് വിചാരിക്കും? സംഗതി ശരിയാണെന്നല്ലേ? കാരണം അങ്ങേരുടെ കൈ കാശുണ്ട്, ചേട്ടന്റെ കൈ കാശില്ല. എടി, എന്ത് കാശുണ്ടെന്ന? ആ പിള്ളേര് രണ്ടും ഗൾഫിൽ പോയിട്ടേ ഒരു 6 മാസമല്ലേ ആകുന്നുള്ളൂ. ആ, ഭാവിയിൽ ഇനി ചിലപ്പോ കാശുണ്ടായിക്കൂടുന്നില്ല. അത് സമ്മതിച്ചല്ലോ. അപ്പോഴേ പുള്ളിക്ക് ഇങ്ങനെയൊക്കെ പറയാം. ഹോ, എന്നാലും മനുഷ്യന് ഇങ്ങനെ അഹങ്കാരം ഉണ്ടാവുമോ? ദേ, ഇനി ചേട്ടനെ അങ്ങ് നോക്കിയും കണ്ടും ഒക്കെ അങ്ങ് നിന്നാ മതി. അല്ല പിന്നെ. അതെ, അനങ്ങുമ്പോ അനങ്ങുമ്പോ ചേട്ടാന്ന് വിളിച്ചങ്ങ് പോവാൻ നിക്കണ്ടാന്ന് കേട്ടല്ലോ. നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. മത്തായി 18-ാം അധ്യായം 35-ാം വാക്യം. പൈസ ഒരു പ്രശ്നമല്ല. ആ, ഓക്കെ എന്നാ. സാബു, ആ, എന്തായി ഞാൻ പറഞ്ഞ കാര്യം? ഇന്നലെ ഞാൻ പോയി MLA കണ്ടിരുന്നു. എന്റെ കൂടെ ആ മെമ്പർ തൊമ്മിക്കുഞ്ഞു ഉണ്ടായിരുന്നു. എന്റെ ചേട്ടൻ പേടിക്കാതിരി. MLA വിളിച്ചു പറഞ്ഞ നടക്കാത്ത കേസുണ്ടോ? ചേട്ടന്റെ മക്കളെ പോലെ അങ്ങ് വിദേശത്തുനിന്ന് ആയിരക്കണക്കിന് ആളുകളാണ് പിറന്ന മണ്ണിലേക്ക് വരാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. എന്തൊക്കെയായാലും മക്കൾ അന്യദേശത്താണല്ലോ സാബു. അതോർക്കുമ്പോ ചേട്ടാ, കൂടെ ചേട്ടനത് ഓർക്കാതിരുന്നാ മതി. എവിടെയാണെങ്കിലും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ധൈര്യം കൈവിടരുത്. ഈ സമയത്ത് കൂടെ നമ്മൾ പറയുകയും കേൾക്കുകയും ചെയ്യുന്നത് എന്താണ്? ഭയമല്ല, കരുതലാണ് വേണ്ടത്. ചേട്ടൻ എന്താ ആലോചിക്കണത്? ഇവിടെ വന്ന 14 ദിവസം അവർ ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വരില്ലേ? എന്റെ ചേട്ടാ, അവര് ഒറ്റക്കല്ലല്ലോ, 2 പേരില്ലേ? ജോർജും ജോസഫും 2 പേരില്ലേ? അവർക്ക് വീട്ടിലൊരു മുറിയില് 14 ദിവസം വെറുതെ നിസ്സാരമായിട്ട് തള്ളി നീക്കാവുന്നല്ലേ ഉള്ളൂ. അല്ല, എന്റെ വീട്ടിൽ അതിനുള്ള സൗകര്യം കുറവാ. അതെന്താ? അല്ല, വീട്ടില് ഞാനും ഭാര്യയും മകളും മരുമോനും പേരക്കുട്ടികളും എല്ലാവരും ഉണ്ട്. അയ്യോ, ഈ സമയത്തൊക്കെ അവരോട് അവരവരുടെ വീടുകളിലേക്ക് പോകാൻ പറയൂ. അല്ല, മരുമോന്റെ വീട്ടിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അവരുടെ വീട് ജപ്തി ആയ മട്ടില്ല. അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വന്നു. ആയിക്കോട്ടെ, അതിനൊക്കെ ഒരു വഴിയുണ്ട്. നമുക്ക് ഹോട്ടൽ റൂം അറേഞ്ച് ചെയ്താലോ? 2 റൂം, ഒരു 50,000 രൂപയ്ക്ക് കാര്യം നടക്കും. ചേട്ടനെ കൊണ്ട് ഇതൊക്കെ നിസ്സാരമായിട്ട് നടക്കൂലേ? പിന്നെന്താണ്? അത് പിന്നെ സാബു, സാമ്പത്തികത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മക്കളുടെ ജോലി അവിടെ പോയില്ലേ? നമുക്ക് ജനറൽ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ സർക്കാർ പരിധിയിലുള്ള മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ. എന്റെ ചേട്ടാ, 1-2 പേരാണ് വിദേശത്തു നിന്ന് വരാനുള്ളത്. ഇനി ചേട്ടന്റെ മക്കള് വരുന്ന സമയത്ത് അതിനു മുമ്പ് അവിടെ കിടക്കുന്നവര് അവരുടെ 14 ദിവസത്തെ ക്വാറന്റൈൻ കഴിഞ്ഞ് ആ റൂമോ ബെഡോ കാലിയാകണ്ടേ? അല്ല, ഞാൻ ചേട്ടൻ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ആദ്യം ചേട്ടന്റെ മക്കള് വരട്ടെ, അപ്പോ ഉണ്ടെങ്കിൽ കിട്ടും. ഏത് സർക്കാർ ചെലവിലുള്ളതേ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ചേട്ടൻ ശരിക്കും പൊട്ടി നിക്കണല്ലേ? ഗൾഫിൽ മക്കളുടെ ജോലി പോയി, മരുമോന്റെ വീടും പറമ്പും ജപ്തിയായി. അല്ല, അത് ഈ ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞ് നമുക്ക് കേസിന് പോയി തിരിച്ചു കിട്ടാവുന്നതേ ഉള്ളൂ. അതിന് കയ്യിൽ കാശ് വേണ്ടേ?
ചുരുക്കം പറഞ്ഞ മക്കള് വന്ന സർക്കാർ ചെലവിൽ താമസം കിട്ടിയില്ലെങ്കിൽ പണി പാളുമല്ലേ? സത്യം പറഞ്ഞ അതേ സാബു, ആകെ പ്രശ്നത്തിലാ. ഓ ശരിയെന്നാ, ഓക്കേടാ. ആ അപ്പോ നമ്മളെന്താ പറഞ്ഞു നിർത്തിയേ? നമ്മള് പണം. ആ പണം. കേട്ടോ സാബു, കാശുണ്ടെങ്കിൽ നടക്കാത്ത കാര്യങ്ങളുണ്ടോ? അത് നമ്മുടെ കയ്യിലുണ്ട്, ആവശ്യത്തിലധികം. പിന്നെന്താന്നേ? സമ്പത്തിൽ ആശ്രയിക്കരുത്, എനിക്ക് മതിയാവോളം ഉണ്ടെന്ന് മേനി പറയുകയുമരുത്. പ്രഭാഷകൻ 5-ാം അധ്യായം 1-ാം വാക്യം. ഇതാരത്? ആ ഹലോ സാബു, എന്തായി ആലോചിക്കുന്നേ? അല്ല, ഹലോ ഹലോ, ആ പറഞ്ഞോ പറഞ്ഞോ. ആ അത് റെഡിയാണ്. ആ ഓക്കെ ഓക്കെ ഓക്കെ. ദേ ഫ്ലൈറ്റ് റെഡിയാണ്. അപ്പൊ ചുരുങ്ങിയത് ഒരു 1,00,000 രൂപയെങ്കിലും വേണ്ടി വരും. 1,00,000 രൂപയോ? ആ അന്ന് പറഞ്ഞത് 20,000 രൂപ എന്നല്ലേ? ഈ എന്റെ ചേട്ടാ, 20,000 രൂപ ഞാൻ എന്നാണ് പറഞ്ഞത്? അത് ഒരാളുടെ ഫ്ലൈറ്റിന്റെ കാശാണ്. അത് ഞാൻ പറഞ്ഞ സമയത്തായിരുന്നു വെച്ചെങ്കിൽ 40,000 രൂപയിൽ കാര്യം നടക്കുമായിരുന്നു. ഇന്ന് അതാണ് അവസ്ഥ. ഇതങ്ങനെ അവിടെ നിന്ന് വെറുതെ ചാടിക്കേറി പോരാൻ പറ്റില്ല. അവിടെ കോവിഡ് ടെസ്റ്റ് നടത്തണം, മനസ്സിലായ? കോവിഡ് ടെസ്റ്റ് നടത്തണമെങ്കിൽ അവിടെ ഒരാൾക്ക് 1,500 ദിർഹംസാണ്. അതായത് ഇവിടത്തെ ഒരു 30,000 രൂപ. അപ്പൊ 2 പേർക്കായപ്പോ 30 60,000 രൂപ. 60 40 1,00,000 രൂപ. ഞാൻ പറഞ്ഞില്ലേ, ഒന്നിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഹേയ്, അതിനുള്ള ആളുകൾ നമ്മുടെ കയ്യിലുണ്ട്, അതിനുള്ള പിടിപാട് നമുക്കുണ്ട്. ആ ചേട്ടനൊരു പണിയായി, കാശൊപ്പിക്ക്. കാശൊത്തു കഴിഞ്ഞാ ഞാൻ പുഷ്പന്മാരെ ആളെ ഇവിടെ എത്തിക്കും. ആ ഞാനാരെ മോൻ. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. ഫിലിപ്പി 4-ാം അധ്യായം 6-ാം വാക്യം. എടാ, എല്ലാവരും റെസിപ്റ്റ് തരാം. അപ്പൊ ആർക്കും റെസീറ്റ് കൊടുത്തിട്ടില്ലേ? പക്ഷെ അങ്ങനെയല്ലെന്ന്, റെസിപ്റ്റ് കൊടുക്കാത്തവർക്ക് കൊടുക്കൂന്നാണ് പറഞ്ഞത്. ഓ അതൊക്കെ നിങ്ങൾ വിടും. നിങ്ങൾ ആ ലാസറേട്ടന്റെ കാര്യം വല്ലതും അറിഞ്ഞു? അല്ല, ലാസറേട്ടൻ എന്ത് പറ്റി? ആ ലാസറേട്ടന്റെ 2 മക്കളില്ലേ, ജോർജും ജോസഫും, അവര് ഗൾഫിലായിരുന്നല്ല. അതെ, ഇവരുടെ 2 പേരുടെയും ജോലി പോയി. 2 മാസമായിട്ടേ ജോലിയില്ല, ശമ്പളവും ഇല്ലാണ്ടല്ല, ഗൾഫിൽ അഷ്ടിക്ക് വകയില്ലാതെ തെണ്ടി തിരിയാണ്. മൊത്തം ആ കുടുംബം പൊട്ടി പാളീസായി നിൽക്കാണ്. മരുമോന്റെ വീടുണ്ടല്ല, ഏതാണ്ട് ജപ്തിയായ കണ്ടീഷനിലാണ്. കോവിഡ് കഴിയുമ്പോ അത് ജപ്തിയാകും. അല്ല സാബു, നീയല്ലേ പറഞ്ഞത് മാനുവലിന് വേണ്ടി ഈ ലാസറേട്ടൻ 5,000 രൂപ തന്ന് സഹായിച്ചു? അതെ. ഈ മക്കളുടെ അവസ്ഥ ഒന്നും അറിയാതെയാണ് അങ്ങേര് ഈ വീരവാദം മുഴുവൻ ഇവിടെ കാണിച്ചു കിടന്നേച്ചത്. ചേടാ, എനിക്കിത് കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റണല്ലോ. കുറച്ച് കഴിയുമ്പോ എല്ലാവരും വിശ്വസിച്ചോളൂ. ലാസറേട്ടന്റെ കുടുംബം വിൽക്കേണ്ടി വരും. അത്രയും കടത്തിലാണെന്നാണ് ഞാൻ അറിഞ്ഞത്. മക്കളെ അവിടെ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാട് ചെയ്യണമെന്ന് പറഞ്ഞ് പുള്ളി എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ വിവരമൊക്കെ അറിയണത്. ഞാൻ എന്ത് ചെയ്യാനാണ്? എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും പണം വേണ്ടേ, അല്ലാതെ വല്ലതും നടക്കുവോ? എന്നാ പിന്നെ ഞാൻ ചെല്ലട്ടെ. പണമില്ലാതെ ഞാൻ വെറുതെ അങ്ങോട്ട് കിടന്നു. എന്തൊക്കെയായിരുന്നു നികളം വന്നാലേ ആരൊക്കെയായാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അല്ലടാ, അപ്പൊ അവന്മാര് 2 പേരും ജോലി നഷ്ടപ്പെട്ട് ഈ റൂമിൽ ഇരിക്കാന്നുള്ള വിവരം ഈ ലാസറേട്ടൻ അറിയില്ലായിരുന്നു? അയാളെ ഈ ലാസറേട്ടൻ ഇവിടെ കഥ അറിയാതെ ആട്ടോടുകയായിരുന്നു. മക്കളവിടെ ജോലി നഷ്ടപ്പെട്ട് പട്ടിണി കിടക്കുമ്പോഴേ ഇയാളിവിടെ പണക്കാരനായിട്ട് അഹങ്കരിച്ച് കിടക്കണായിരുന്നില്ലേ? അവനവൻ ചെയ്യുന്നതിനുള്ള കൂലി അവനവന് തന്നെ കിട്ടും. സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ഹൃദയാഭിലാഷങ്ങൾക്കൊത്ത് ജീവിക്കരുത്. ആരുണ്ട് എന്നെ നിയന്ത്രിക്കാൻ എന്ന് പറയരുത്. കർത്താവ് നിന്നെ ശിക്ഷിക്കും, തീർച്ച. പ്രഭാഷകൻ 5-ാം അധ്യായം 2-3 വാക്യങ്ങൾ. പറയട സേവിയറെ. ലോറൻസ് ചേട്ടാ, ലാസറേന്റെ കാര്യം അറിഞ്ഞല്ലോ? ഞാൻ അറിഞ്ഞൂടാ. ജോർജും ജോസഫും ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്നുണ്ടല്ലേ? അവരെത്തിയോ? അവരെത്തിയിട്ടില്ല. പക്ഷേ
അതിനേലും വലിയ പ്രശ്നം ലാസറേന്റെ മരുമോന്റെ വീടും സ്ഥലവും ജപ്തി ചെയ്യും. ഇപ്പോ മോളും മരുമോനും പിള്ളേരൊക്കെ ലാസറേന്റെ വീട്ടിലാ. അതിനിടയില ഇവര് രണ്ടുപേരും ഗൾഫിൽ നിന്ന് വരാൻ പോകുന്നു. അവർക്കാണെങ്കിൽ ക്വാറന്റൈനിൽ പോകാൻ വേറെ സ്ഥലം ഇല്ലാതിരിക്കുക. ആ, ചേട്ടൻ അറിഞ്ഞില്ലാന്ന് കരുതിയാ ഞാൻ വിളിച്ചത്. എങ്കിൽ ശരിയേട്ടാ. ഓ ശരിയടാ. എന്താ ഏട്ടാ, ആരാ ഫോൺ വിളിച്ചത്? ആ സേവിയറാ. ആ ദേ, മോനും മോളും ഇപ്പൊ അങ്ങ് പോയതേ ഉള്ളൂ. ആ, ഞാനവരെ വഴിക്ക് കണ്ടിരുന്നു. ആ, എന്തായാലും കല്യാണം ഒരു ബുദ്ധിമുട്ടും കൂടാതെ നടന്നു പോയത് അറിഞ്ഞില്ല. അങ്ങനെ നോക്കുമ്പോ നമ്മുടെ രണ്ടു മക്കളും ഭാഗ്യം ചെയ്തവരാ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, സാബുവിന് ഒരു സർക്കാർ ജോലി തന്നെ ശരിയായില്ലേ? ഏയ്, ഇതെന്താ ഈ ആലോചന? എന്തിനാ ഏട്ടാ സേവർ വിളിച്ചത്? അല്ല, അത് പിന്നെ ചേട്ടന്റെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. അയ്യോ, സേവറിന്റെ ചേട്ടൻ എന്തു പറ്റി? ഓ, സേവ്യറിന്റെ ചേട്ടനല്ല, ആ, നമ്മുടെ ലാസറേന്റെ കാര്യ. ലാസർ ചേട്ടനല്ല, ഗൾഫുകാരൻ ലാസർ. അങ്ങേർക്കെന്താ? കൊറോണ വന്നതോടെ അവരെ രണ്ടുപേരുടെയും ജോലി പോയെന്ന്. ജോർജിന്റെ ജോസഫിന്റെ. ആ, അതങ്ങനെ വരൂ ചേട്ടാ. മക്കള് ഗൾഫിലാണെന്നും പറഞ്ഞേ നിസാര അഹങ്കാരം വല്ലതും ആണോ അങ്ങേര് കാണിച്ചു കൂട്ടിയത്? ആ, നീ ഒന്ന് മിണ്ടാതിരുന്നേ. മിണ്ടാതിരിക്കാനോ? ഒന്നും ഞാൻ മറന്നിട്ടില്ല. റീത്തമോളുടെ കല്യാണക്കാര്യം പറയാൻ പോയാ ചേട്ടൻ എങ്ങനെയാ തിരിച്ചു വന്നതെന്ന് ചേട്ടന് ഓർമ്മയുണ്ടല്ലോ. എന്നിട്ട് എന്തായി? നമ്മുടെ മോടെ കല്യാണം നടന്നില്ലേ? നല്ല അന്തസ്സായിട്ട് കല്യാണം നടന്നു. ആ, എന്താ ഇപ്പൊ അവന് സാബുവിന് ട്രഷറിയിൽ ഒരു ജോലിയായി. കേക്കുന്നുണ്ടോ? നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? മറ്റുള്ളവർക്കൊരു പ്രശ്നം വരുമ്പോ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത്? ചേട്ടൻ ക്ഷമിക്ക്, ഞാൻ വിഷമം കൊണ്ട് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയത്. എന്നിട്ടെന്തായി? അവരെത്തിയോ? ഏയ്, അങ്ങനെ പെട്ടെന്നൊന്നും വരാൻ പറ്റില്ല. അതിനൊരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. ആ, ഇനി വന്നാൽ തന്നെ 14 ദിവസം നിർബന്ധമായിട്ടും ക്വാറന്റൈനിൽ പോണം. അതിനെന്താ, അവരുടെ വീട്ടിൽ അതിനുള്ള സൗകര്യം ഉണ്ടല്ലോ. അതിപ്പോ ഷെർലി മോളും കെട്ടിയോനും അവിടെ തന്നെ താമസിക്കുന്നത്. അതെന്താ? അത് പിന്നെ അവരുടെ വീടും സ്ഥലവും ജപ്തിയായിരുന്നു. എന്റെ ദൈവമേ, എപ്പോ? ഇതൊക്കെ ഓരോരുത്തർ പറഞ്ഞ ഞാൻ അറിയുന്നത്, അല്ലാതെ എന്നോട് നേരിട്ട് പറഞ്ഞതല്ല. ആ, അത് പറയില്ലല്ലോ. അവരെല്ലാവരും അവിടെ ഉള്ളപ്പോ ആ വീട്ടിൽ എങ്ങനെയാ ഈ ജോർജും ജോസഫും 14 ദിവസം ക്വാറന്റൈനിൽ കഴിയുന്നത്? സാധ്യതകൾ നടഞ്ഞു എൻ മുൻപിൽ, ലക്ഷ്യമില്ലാതലഞ്ഞു ഞാൻ മണ്ണിൽ. യേശുവേ, എന്റെ ജീവനായി നീയില്ലാതെ ജീവിതം. യേശുവേ, എന്റെ ജീവനായി നീയില്ലാതെ ജീവിതം. ചേട്ടാ, എടാ, എന്റെ മക്കൾ, എന്റെ കുടുംബം പോയി. എന്താ ഇത്? ഒന്നും പോയിട്ടില്ല. ചേട്ടൻ നാട്ടിൽ മുഴുവൻ നടന്ന സഹായം ചോദിച്ചപ്പോ എന്നെ മറന്നുപോയോ? വയ്യ ഞാൻ അറിഞ്ഞത്. അവര് ജോർജും ജോസഫും നാളെ എത്തുമ്പോ അവർക്ക് എന്റെ വീട്ടിലേക്ക് വരും. അവിടെ അവർക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എനിക്ക് അവൾക്കും റീനയുടെയോ റീത്തയുടെ വീട്ടിൽ നിൽക്കാലോ. ആ, പിന്നെ ഷെർലിയുടെ വീടിന്റെ കടബാധ്യത. റീത്തയുടെ ഹസ്ബൻഡ് ജോൺസന്റെ ഫ്രണ്ടാണ് ആ ബാങ്ക് മാനേജർ. വലിയ നഷ്ടമില്ലാത്ത രീതിയിൽ അത് തീർക്കാമെന്ന് അയാൾ വാക്ക് തന്നിട്ടുണ്ട്. എന്റെ ജീവനായി നീയില്ലാതെ
വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ കഷ്ടതയിൽ കർത്താവിന്റെ കരുണ ആശ്വാസപ്രദമാണ്. പ്രഭാഷകൻ 35-ാം അധ്യായം 20-ാം വാക്യം.